കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സെലിബ്രിറ്റിയാണ്. ഭർത്താവിൻ്റെ മരണശേഷമായിരുന്നു രേണു അഭിനയ മേഖലയിലേക്ക് വരുന്നത്. ആഗ്രഹിച്ച് വന്നതല്ല, താൻ ഈ മേഖലയിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നതാണ്. തുടക്കം മുതലേ പലതരത്തിലുള്ള വിവാദങ്ങളായിരുന്നു രേണു നേരിട്ടത്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. വിമർശനങ്ങളും വിവാദങ്ങളുമൊക്കെയായി ഒരു ഭാഗത്ത് സജീവമാണ്. ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേയല്ലെന്ന് രേണു പറയാറുണ്ട്. ആൽബങ്ങളും ഉദ്ഘാടനങ്ങളുമായി രേണു തിരക്കിലാണ്. അടുത്തിടെയായിരുന്നു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്തത്. അതിനുശേഷമായി സബ്സ്ക്രിപ്ഷനും തുടങ്ങി. തുടക്കത്തിൽ കുറഞ്ഞ പൈസയായിരുന്നുവെങ്കിൽ ആളുകൾ കൂടിയതോടെ മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കുകയായിരുന്നു രേണു. ആ നീല കളർ വന്നത് തൻ്റെ ജീവിതത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയെന്ന് രേണു തന്നെ പറഞ്ഞു. സുധിയുടെ ഫോട്ടോയായിരുന്നു നേരത്തെ കവർ ചിത്രമായി നൽകിയത്. ഇപ്പോൾ അത് മാറ്റി സ്വന്തം ഫോട്ടോ തന്നെ നൽകിയിരിക്കുകയാണ് രേണു. മുമ്പ് രേണു സുധി എന്നായിരുന്നു അക്കൗണ്ടിലെ പേര്. ഇപ്പോഴിതാ യഥാർത്ഥ പേരായ രേഷ്മ പി തങ്കച്ചൻ എന്നായിരിക്കുകയാണ്. നീല കളർ വരണമെങ്കിൽ സ്വന്തം പേരും ഫോട്ടോയും കൊടുക്കണമെന്നായിരുന്നു. സബ് തുടങ്ങുന്നതിനെക്കുറിച്ച് കാലങ്ങളായി പ്ലാൻ ചെയ്തതായിരുന്നു. ഇപ്പോഴാണെന്ന് തോന്നുന്നു അതിന് സമയമായത്. സെലിബ്രിറ്റികളെല്ലാം ചെയ്യുന്ന കാര്യമേ ഞാനും ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇത് ചെയ്തതോടെ എന്തോ വലിയ അപരാധം കാണിച്ചതുപോലെയാണ് പ്രതികരണങ്ങൾ. എല്ലാവരും ചെയ്യുന്നത് ചെയ്താലും എനിക്ക് തെറിവിളിയാണ്. പിന്നെ കുരു പൊട്ടുന്നവരും തെറിവിളിക്കുന്നവരുമൊക്കെ അവരുടെ പണി ചെയ്യട്ടെ, അല്ലാതെ എന്ത് പറയാനാണ്. അക്കൗണ്ട് വെരിഫൈ ചെയ്യണമെങ്കിൽ സ്വന്തം പേര് നൽകണമായിരുന്നു. അങ്ങനെയാണ് പേരിൽ മാറ്റം വരുത്തിയത്. അതോടെ ജീവിതത്തിലും നല്ല മാറ്റമുണ്ട്. 14 കോടിയിലധികം പേരാണ് 30 ദിവസത്തിനുള്ളിൽ തൻ്റെ അക്കൗണ്ട് സന്ദർശിച്ചതെന്നുള്ള വിവരങ്ങളും രേണു പങ്കുവച്ചിരുന്നു. അതെ, ഇപ്പോൾ ഞാനും സെലിബ്രിറ്റിയാണ്. കുറച്ച് കോസ്റ്റ്ലി തന്നെയാണ്. നല്ല വരുമാനം വരുന്നുണ്ട്. നേരത്തെ വാടക വീട്ടിലായിരുന്നു താമസിച്ചത്. മഞ്ഞ കാർഡായിരുന്നതിനാൽ അരിക്ക് ക്ഷാമമില്ലായിരുന്നു. അന്നൊക്കെ റേഷൻ തന്നെയാണ് കഴിച്ചതെന്നും രേണു വ്യക്തമാക്കി. ഇന്ന് ചെലവ് എത്രയാണെന്ന് ചോദിച്ചാൽ പറയാനാകില്ല. കണക്കിൻ്റെ കാര്യത്തിൽ അന്നും ഇന്നും താൻ പിന്നോക്കമാണെന്ന് രേണു പറയുന്നു. അധികം വൈകാതെ സ്വന്തമായി ബിസിനസ് തുടങ്ങണം. അതിനുശേഷമായി ഒരു വീട് വാങ്ങണം. അങ്ങനെ കുറേ പ്ലാനുണ്ട്. ഇപ്പോഴത്തെ വീട്ടിൽ അധികകാലം തുടരില്ലെന്നും രേണു പറഞ്ഞു. വീട്ടിലൊരു ചോർച്ച വന്നത് പറഞ്ഞപ്പോൾ ഇനി കേൾക്കാനൊന്നുമില്ലായിരുന്നു. അധികം വൈകാതെ സ്വന്തമായ ബിസിനസ് തുടങ്ങണം. അതിനുശേഷമായി ഒരു വീട് വാങ്ങണം. അങ്ങനെ കുറേ പ്ലാനുണ്ട്.